ഏതൊരു ആൺകുട്ടിയും ഒരിക്കലെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഗേൾഫ്രണ്ടിനോടോ ബെസ്റ്റിയോടോ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അവർ ഒരു ആൺകുട്ടിയെ കാണുന്ന സമയത്ത് എന്താണ് ആദ്യം ശ്രദ്ധിക്കുക എന്നത്. എന്നാൽ മിക്ക ഗേൾസും അതിന് ഉത്തരമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക ബോയ്സിൻ്റെ പുറമേയുള്ള ലുക്കിനേക്കാൾ അവർ നോക്കുക ബോയ്സിൻ്റെ മനസ്സാണ്, പേഴ്സണാലിറ്റിയാണ് എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ശരിയല്ല. കാരണം കൂടുതൽ ഗേൾസും ബോയ്സിൽ നോട്ടീസ് ചെയ്യുന്ന പുറത്തു പറയാൻ താല്പര്യപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള 8 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, യുവർ ഷൂസ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയേക്കാം, എന്നാലും മെജോറിറ്റി ഓഫ് ഗേൾസും ബോയ്സിനെ വിലയിരുത്താൻ നോക്കുന്നത് പലപ്പോഴും അവരുടെ ഷൂസാണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ഷൂസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. കൂടാതെ പോപ്പുലർ ബ്രാൻഡ്സ് ആയിട്ടുള്ള അഡിഡാസ്, പൂമ, നൈക്കി എന്നിങ്ങനെയുള്ളവയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അബിബാസ്, പോമ, നൈക്ക് എന്നെഴുതിയ ഷൂസ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇത് ഗേൾസിൽ പെട്ടെന്ന് തന്നെ നിങ്ങളെക്കുറിച്ചൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് കാരണമായേക്കാം. നമ്പർ 2, ഹാൻഡ്സ്, കൈകൾ. ഗേൾസ് എപ്പോഴും അവരുടെ കൈകൾ മെഹന്തിയും നെയിൽ പോളിഷും എല്ലാം ഉപയോഗിച്ച് വളരെ വൃത്തിയോടെ ഭംഗിയാക്കി സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ പല ബോയ്സും അവരുടെ കൈ അധികം ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും നൽകുമ്പോഴും ഒക്കെ ഗേൾസ് നിങ്ങളുടെ കൈകൾ ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ എപ്പോഴും കൈകൾ വൃത്തിയോടെ സൂക്ഷിക്കുക. നെയിൽസ് എല്ലാം കട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ നഖം കടിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നിർത്താൻ ശ്രമിക്കാം. കാരണം ഈ ശീലം നിങ്ങളെ ഹൈജീൻ ആൻഡ് പേഴ്സണൽ കെയർ ഒട്ടുമില്ലാത്ത ഒരു വ്യക്തിയാക്കി മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ കുക്ക് എഫ്എമ്മിൽ കേട്ട ഒരു ഓഡിയോ ബുക്കിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ആറ്റിറ്റ്യൂഡാണ് എല്ലാം, അല്ലേ? അപ്പോൾ എങ്ങനെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണം എന്നാണ് ഈ ഒരു ഓഡിയോ ബുക്ക് സമ്മറിയിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഓഡിയോ ബുക്ക് സമ്മറീസ് നമുക്ക് കുക്ക് എഫ്എമ്മിലൂടെ കേൾക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ കൂപ്പൺ കോഡായിട്ടുള്ള MEF50 എന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇയർലി മെമ്പർഷിപ്പിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതേപോലെ കുക്ക് എഫ്എമ്മിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുള്ള ലിങ്കിലൂടെ അവരെ അറിയിക്കാവുന്നതാണ്. സോ കുക്ക് എഫ്എം, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. ബാക്ക് ടു വീഡിയോ. നമ്പർ 3, ഫിസിക്കൽ സ്ട്രക്ചർ. ഏതൊരു ബോയിയെ കാണുമ്പോഴും ഗേൾസ് ആദ്യം നോക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യം അവരുടെ ഫിസിക്കൽ സ്ട്രക്ചറാണ്. കൂടുതൽ ഗേൾസും അവരുടെ തന്നെ ഹൈറ്റ് ആൻഡ് വെയ്റ്റിന് ചേരുന്നവരായിരിക്കും ഇഷ്ടപ്പെടുക. എന്നാൽ അത്യാവശ്യം മസിലുള്ള ബോഡി സ്ട്രക്ചർ പൊതുവായിട്ട് ഗേൾസ് പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്യാറുണ്ട്. നമ്പർ 4, സ്മൈൽ. നല്ലൊരു പുഞ്ചിരി വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. പലപ്പോഴും നന്നായിട്ട് പുഞ്ചിരിക്കുന്നവരെ ഗേൾസ് വിലയിരുത്തുന്നത് രസകരവും ശാന്തവുമായിട്ടായിരിക്കും. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ അതൊരു യഥാർത്ഥ പുഞ്ചിരി ആയിരിക്കണം എന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ മുഖത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു പുഞ്ചിരി. നിങ്ങൾ ഫേക്കായിട്ട് സ്മൈൽ ചെയ്താൽ അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും അവർക്ക് നിങ്ങളുള്ള ഇംപ്രഷൻ മുഴുവൻ നഷ്ടമാവുകയും ചെയ്തേക്കാം. അതിനാൽ എപ്പോഴും റിയൽ ആയിട്ട് തന്നെ പുഞ്ചിരിക്കുക. നമ്പർ 5, ഹ്യൂമർ സെൻസ്. ഗേൾസിൻ്റെ ആകർഷകമായിട്ടുള്ള സവിശേഷതകളുടെ പട്ടികയിൽ ഹ്യൂമർ എപ്പോഴും ഒന്നാമതായിരിക്കും. അതിനാൽ ഗേൾസ് ബോയ്സിനോട് സംസാരിക്കാൻ തുടങ്ങിയാൽ തന്നെ ബോയ്സിൻ്റെ ഹ്യൂമർ സെൻസ് എത്രത്തോളം ഉണ്ട് എന്നവർ ജഡ്ജ് ചെയ്യുന്നു. ഇതവർ വളരെ പ്രധാനമായിട്ട് കാണുന്നു. കാരണം ഹ്യൂമർ ഏതൊരു മനുഷ്യനെയും കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നു. നിങ്ങളുടെ ഹ്യൂമർ സെൻസ് പൊതുവേ നിങ്ങളുടെ മനോഭാവത്തെയും വ്യക്തിത്വത്തെയും കുറിച്ച് ഗേൾസിന് നല്ലൊരു ധാരണ നൽകുന്നു. മികച്ച ഹ്യൂമർ സെൻസ് ഉള്ള ആളുകൾ സാധാരണയായിട്ട് കൂടുതൽ ഫ്രണ്ട്ലിയും ശാന്തവുമായവരാണ്. നമ്പർ 6, കോൺഫിഡൻസ്. ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതിൻ്റെ കുറവും കൂടുതലും എല്ലാം ഗേൾസും ശ്രദ്ധിക്കാറുണ്ട്. പരിചയമില്ലാത്ത ഒരു ബോയ് ഒരു ഗേളിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ അവൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക അവന് ആത്മവിശ്വാസമുണ്ടോ അല്ലെങ്കിൽ ആത്മാഭിമാനം കുറവുണ്ടോ എന്നൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഗേൾസിൽ മികച്ച ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നടക്കുന്നതിലും ഇരിക്കുന്ന രീതിയിലും സംസാരിക്കുന്നതിലുമെല്ലാം നിങ്ങളുടെ ആത്മവിശ്വാസം വ്യക്തമായിട്ട് കാണാം. അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു ഗേളിനെ കാണുമ്പോൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറുക. നമ്പർ 7, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സംസാര രീതി വളരെ പ്രധാനമാണ്. മികച്ച കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായിട്ടുള്ള ജീവിതത്തിൽ മുന്നേറാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. കൂടാതെ ഗേൾസും നിങ്ങൾ സംഭാഷണം നടത്തുന്ന രീതി നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഏത് സാമൂഹിക സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ കഴിയുന്ന ബോയ്സിലേക്ക് സ്ത്രീകൾ എപ്പോഴും പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നു. എന്നാൽ കൂടുതൽ സമയം അവർ പറയുന്നത് കേൾക്കുന്ന ഒരു പങ്കാളിയായിരിക്കും കൂടുതൽ ഗേൾസും പ്രിഫർ ചെയ്യുക. അതിനാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കൂടെ ലിസണിങ് സ്കില്ലും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്പർ 8, സെൻറ്റ്. ഗേൾസ് ബോയ്സ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ബോയ്സിൻ്റെ സ്മെൽ. ഇത് നിങ്ങൾ പല ബോഡി സ്പ്രേയുടെ പരസ്യങ്ങളിൽ നിന്നും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു മികച്ച സെൻറ്റ് ഉപയോഗിക്കുന്നത് ദുർഗന്ധം വരാതിരിക്കാനും വസ്ത്രങ്ങളും ശരീരവും വൃത്തിയായിട്ട് സൂക്ഷിക്കാനും മാത്രമല്ല, നിങ്ങളുടെ നല്ല സ്മെൽ നിങ്ങളുടെ നല്ലൊരു പേഴ്സണൽ ഹൈജീൻ പറയാതെ തന്നെ എടുത്തു കാണിക്കുന്ന ഒന്നുകൂടിയാണ്. അതിനാൽ എപ്പോഴും ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്ന പെർഫ്യൂം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഗേൾസ് ബോയ്സിൽ നോട്ടീസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എപ്പോഴും ഗേൾസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. എന്നാൽ അവരുടെ ഇടയിൽ നിങ്ങൾക്കൊരു മികച്ച ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ഡേ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ
Thank you so much for your time. Have a nice day.